Coffee with English, Part 3. പാർട്ട് 1 സിമ്പിൾ വാക്യങ്ങൾ എങ്ങനെ സംഭാഷണത്തിൽ പറയാമെന്ന് പഠിച്ചു. ചോദ്യങ്ങൾ എങ്ങനെ ചോദിക്കാം, അവയ്ക്ക് എങ്ങനെ ഉത്തരങ്ങൾ നൽകാമെന്ന് വളരെ സിമ്പിളായി പാർട്ട് 2 നിങ്ങളെ പഠിപ്പിച്ചു. കോഫി വിത്ത് ഇംഗ്ലീഷ് പാർട്ട് 1 ആൻഡ് 2 കാണാത്തവർ അതുകൂടി കാണണം. പ്രോഗ്രാമിൻ്റെ പ്ലേലിസ്റ്റ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഹലോ, ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെയൊക്കെ ഒരു പ്രധാന തലവേദനയാണ് ഈ ടെൻസുകൾ, അല്ലേ? പക്ഷേ പേടിക്കുകയേ വേണ്ട. വലിയ ഗ്രാമർ നിയമങ്ങളൊന്നും പഠിക്കാതെ വളരെ സിമ്പിളായിട്ട് നമുക്കിത് പഠിച്ചെടുക്കാം. അതെങ്ങനെയാണെന്നല്ലേ? വാ, നമുക്ക് നോക്കാം. നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഈ ഇംഗ്ലീഷ് ഗ്രാമർ ബുക്കൊക്കെ കാണുമ്പോൾ ഒരു പേടി, പ്രത്യേകിച്ച് ആ ടെൻസ് എന്ന് പറയുന്ന ഭാഗം എത്തുമ്പോഴോ? എന്നാൽ ആ പേടിയൊക്കെ അങ്ങ് മാറ്റിവെച്ചേക്കൂ. കാരണം ഇനി അങ്ങോട്ട് ടെൻസുകൾ ഒരു പേടി സ്വപ്നമേ ആയിരിക്കില്ല. അതെ, ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നതാണ്. ടെൻസ് പഠിക്കാൻ നമുക്ക് വെറും 3 വാക്കുകൾ മതി. ഏതൊക്കെയാണെന്നോ? ഇന്ന്, ഇന്നലെ, പിന്നെ നാളെ. ഈ ഒരു സിമ്പിൾ ട്രിക്ക് വെച്ച് എങ്ങനെ ടെൻസസിന്റെ ബേസിക്സ് ക്ലിയർ ചെയ്യാമെന്ന് നോക്കിയാലോ? ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ? നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പ് ഇന്ന് അല്ലെങ്കിൽ ടുഡേ. അതായത് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ. ഈ നിമിഷം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം, അതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഇവിടത്തെ നിയമമുണ്ടല്ലോ, വളരെ സിമ്പിളാണ്. നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു കാര്യത്തെപ്പറ്റി പറയാൻ ആ വേർബ്, അതായത് ആ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്കിൻ്റെ ബേസിക് രൂപം അങ്ങ് ഉപയോഗിച്ചാൽ മതി. വേറെ ഒന്നും അതിൻ്റെ കൂടെ ചേർക്കണ്ട. ഇപ്പോൾ ഉദാഹരണത്തിന് പഠിക്കുക എന്നാണെങ്കിൽ സ്റ്റഡി എന്ന് മാത്രം മതി. ദാ ഈ ഉദാഹരണങ്ങളൊന്ന് നോക്കിക്കേ. ഐ ഹെൽപ്പ് മൈ മദർ, ഐ സ്റ്റഡി, ഐ ഗോ. കണ്ടില്ലേ? ഇവിടെയെല്ലാം ഹെൽപ്പ്, സ്റ്റഡി, ഗോ എന്നൊക്കെ വെർബിൻ്റെ ബേസിക് ഫോം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ, ഐ, നീ, യു, അവർ, ദേ എന്നൊക്കെ പറയുമ്പോൾ ഇത്രയുള്ളൂ കാര്യം. സിമ്പിൾ. പക്ഷേ ഇവിടെ ഒരു കുഞ്ഞു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ സംസാരിക്കുന്നത് ഒരാളെപ്പറ്റി മാത്രമാണെങ്കിലോ, അതായത് അവൻ, അവൾ എന്നൊക്കെ, ഹി, ഷീ അല്ലെങ്കിൽ ഒരു പേര് രാമു, സീത അങ്ങനെയൊക്കെയാണെങ്കിൽ ആ വേർബിൻ്റെ കൂടെ ഒരു എസ്ഒ അല്ലെങ്കിൽ ഇഎസ്ഒ ചേർത്ത് കൊടുക്കണം. അതുകൊണ്ടാണ് ഐ ഗോ എന്ന് പറയുന്നത് ഹീയുടെ കൂടെ വരുമ്പോൾ ഹി ഗോസ് എന്ന് മാറുന്നത്. കണ്ടോ? ഹി ഗോസ്, ഷീ ഗോസ്. അതാണ് ആ വ്യത്യാസം. ഓക്കെ, അപ്പോൾ ഇന്ന് സെറ്റായി. ഇനി നമുക്ക് ടൈം ട്രാവൽ ചെയ്ത് കുറച്ചൊന്ന് പുറകോട്ട് പോകാം, അല്ലേ? നമ്മുടെ അടുത്ത സ്റ്റോപ്പ് ഇന്നലെ അഥവാ യെസ്റ്റർഡേ. കഴിഞ്ഞുപോയ കാര്യങ്ങളെപ്പറ്റി എങ്ങനെയാ ഇംഗ്ലീഷിൽ പറയുക, അതാണ് നമ്മൾ അടുത്തതായി നോക്കുന്നത്. ഇതും വളരെ എളുപ്പമാണ് കേട്ടോ. കഴിഞ്ഞുപോയൊരു കാര്യത്തെപ്പറ്റി പറയാൻ നമ്മൾ ഉപയോഗിക്കേണ്ടത് വേർബിൻ്റെ പാസ്റ്റ് ഫോമാണ്. നമ്മൾ സാധാരണ V2 ഫോം എന്നൊക്കെ പറയില്ലേ, അത് തന്നെ. ദാ ഈ ഉദാഹരണങ്ങളിലേക്ക് നോക്കൂ. ഹെൽപ്പ് എന്നത് ഹെൽപ്ഡായി, സ്റ്റഡി എന്നത് സ്റ്റഡീഡായി. പക്ഷേ ഒരു മിനിറ്റ്, ഗോ എന്നുള്ളത് ഗോഡ് എന്നല്ല കേട്ടോ, അത് വെൻറ്റ് എന്നാണ് മാറിയത്. കണ്ടോ? അപ്പോൾ ഇതുപോലെ ചില വാക്കുകൾക്ക് പ്രത്യേക പാസ്റ്റ് ഫോമുകളുണ്ട്. അത് നമ്മൾ കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി, ശരിയായിക്കോളും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചു, ഇന്നലെ പഠിച്ചു. ഇനി നമ്മുടെ യാത്രയിലെ അവസാനത്തെ സ്റ്റോപ്പ് ഏതാണത്? നാളെ അഥവാ ടുമോറോ. ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എങ്ങനെ പറയാമെന്ന് നോക്കിയാലോ? സത്യം പറഞ്ഞാൽ ഇതായിരിക്കും ഏറ്റവും എളുപ്പമുള്ള നിയമം. നാളെ ഒരു കാര്യം ചെയ്യും എന്ന് പറയാൻ ആകെ ചെയ്യേണ്ടത് ഇത്രമാത്രം. വേർബിൻ്റെ ബേസിക് ഫോമിന് മുൻപ് വിൽ എന്ന വാക്ക് അങ്ങ് ചേർത്താൽ മതി. ദാറ്റ്സ് ഇറ്റ്, കഴിഞ്ഞു. ദേ നോക്കിക്കേ. ഐ വിൽ ഹെൽപ്പ്, ഐ വിൽ സ്റ്റഡി, ഐ വിൽ ഗോ. എല്ലാ വേർബിൻ്റെ മുന്നിലും നമ്മൾ വിൽ ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്നോ? ഇവിടെ ഐ, ഹി, ഷീ, ദേ ആരാണെങ്കിലും എത്ര പേരുണ്ടെങ്കിലും നിയമം ഒന്നു തന്നെ. വിൽ ചേർക്കുക, വേർബ് പറയുക. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന്, ഇന്നലെ, നാളെ ഈ 3 കാര്യങ്ങളും പഠിച്ചു. ഇനി ഇതെല്ലാം കൂടെ ഒരൊറ്റ നോട്ടത്തിൽ കണ്ടാലോ? അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഇതെത്ര സിമ്പിളാണെന്ന്. ദാ ഈ ടേബിള് നോക്കിക്കേ. ഒറ്റയടിക്ക് കാര്യം പിടികിട്ടും. ഹെൽപ്പ് എന്ന വാക്ക് ഇന്ന് വരുമ്പോൾ ഹെൽപ്പ്, ഇന്നലെ വന്നപ്പോൾ ഹെൽപ്ഡ്, നാളെ വരുമ്പോഴോ വിൽ ഹെൽപ്പ്. അതേപോലെ ഗോ എന്നത് ഗോ, വെൻറ്റ്, വിൽ ഗോ എന്നിങ്ങനെ മാറുന്നു. ഈ ഒരു പാറ്റേൺ മാത്രം ഓർത്താൽ മതി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ടെൻസ് എന്ന് പറയുന്നത് ഇത്രയുള്ളൂ. സ്റ്റഡി, സ്റ്റഡീഡ്, വിൽ സ്റ്റഡി. ഈ 3 ഫോംസ് ഓർത്തു വെക്കുക. ഇനിയുണ്ടോ ഇംഗ്ലീഷ് ടെൻസിനെ പേടിക്കാനൊരു കാരണം? ഒരു കാരണവുമില്ല. അപ്പോൾ ഈ ഐഡിയ നിങ്ങൾക്ക് ക്ലിയറായി കാണും എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങളുടെ ടേണാണ്. നിങ്ങൾക്കിഷ്ടമുള്ള ഒരു വേർബ് എടുക്കുക. എന്നിട്ട് ഇന്ന്, ഇന്നലെ, നാളെ ഈ 3 രൂപത്തിലും ഓരോ സെന്റൻസും ഉണ്ടാക്കി നോക്കൂ. വേണമെങ്കിൽ പ്ലേ എന്ന വാക്കെടുത്തോളൂ.
എന്നിട്ട് താഴെ കമന്റ് ചെയ്യൂ. നമുക്ക് നോക്കാം. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.